السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وصلى الله على محمد وعلى آله وصحبه وأتباعه وأهل بيته أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله وبشرهم بعذاب أليم. يوم يحمى عليها في نار جهنم فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. ഏറ്റവും ബഹുമാനിയായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ ആവുമ്പോൾ സാധാരണ നമ്മുടെ മസ്ജിദുകളിൽ സക്കാത്തിനെ കുറിച്ച് അഥവാ നിർബന്ധ ദാനധർമ്മത്തെ സംബന്ധിച്ച് ഇമാമുമാർ സൂചിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ സക്കാത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി നാം സക്കാത്തിനെ കുറിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ 30 സ്ഥലങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അഖീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കരിക്കണം. എന്നാൽ ആ 30 സ്ഥലങ്ങളിൽ നിസ്കരിക്കണം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ 28 സ്ഥലത്ത് വആതു സക്കാത്ത്, നിങ്ങൾ സക്കാത്തും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമസ്കാരത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ സക്കാത്തിനുമില്ലേ? സക്കാത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ റമളാനിലെ നോമ്പിനുമില്ലേ? റമളാനിലെ നോമ്പിന്റെ പ്രാധാന്യം പോലെ തന്നെ ഹജ്ജിനുമില്ലേ? ഇപ്പോ ഈ റമളാൻ കഴിഞ്ഞാൽ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഹജ്ജ് ക്യാമ്പുകൾ, ഹജ്ജ് ക്ലാസുകൾ, ഹജ്ജ് യാത്രയപ്പുകൾ വളരെ തകൃതിയായി ഇനി നടക്കാനിരിക്കുകയാണ്. ഹജ്ജിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടക്കാനിരിക്കുകയാണ്. റമളാനായപ്പോൾ പള്ളികളെല്ലാം റമളാനിനെ വരവേൽക്കാനും നോമ്പ് തുറയ്ക്കും വേണ്ടിയൊക്കെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു. ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു. പള്ളിയെ മോടി പിടിപ്പിച്ചു, അതേപോലെ തന്നെ എയർ കണ്ടീഷൻ വൽക്കരിച്ചു, പുതിയ മാറ്റുകൾ മേടിച്ചിട്ടു, പെയിന്റ് അടിച്ചു, പുതിയ ബൾബ്, പുതിയ ട്യൂബ്, പുതിയ ഫാന്, എല്ലാ സംവിധാനവും ചെയ്യുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, സക്കാത്തിന് വേണ്ടി, ഈ കൂട്ടത്തിൽ പറഞ്ഞ സക്കാത്തിന് വേണ്ടി എന്ത് സംവിധാനമാണ് നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മളിൽ പലരും പല മഹല്ലുകളും സീറോയിൽ നിൽക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തോടൊപ്പം 28 സ്ഥലങ്ങളിൽ സക്കാത്തും കൊടുക്കണം എന്ന് പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിച്ച് പറയുകയും വേർതിരിച്ച് കാണുകയും വേർതിരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ ഞാൻ എൻ്റെ വാളുകൊണ്ട് നേരിടും, മൂർച്ചയുള്ള വാളുകൊണ്ട് ഞാൻ അവൻ്റെ കഴുത്തിന് വെട്ടും എന്ന് പ്രഖ്യാപിച്ചത്. സക്കാത്തിന്റെ
ആ ഒരു പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം രാജ്യത്തിന്റെ അറബ് ലോകത്തിന്റെ ഭരണാധികാരിയായി സത്യപ്രതിജ്ഞ എടുത്ത് ഏറ്റെടുത്തപ്പോ കുറെ മുസ്ലിങ്ങളൊക്കെ മുർത്തദ്ദായി പോയി. കാരണം മുഹമ്മദ് നബി ഇല്ലാത്ത ഒരു ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ഇല്ലാത്തൊരു സക്കാത്ത് ഞങ്ങൾ കൊടുക്കുകയില്ല. അങ്ങനെ കുറച്ചാളുകൾ നൽകിക്കൊണ്ടിരുന്ന സക്കാത്ത് പോലും നൽകുകയില്ല, കൊടുക്കുകയില്ല എന്ന് പോലും പ്രഖ്യാപിക്കുകയുണ്ടായി. അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഇസ്ലാമിക ലോകം പോകുന്നു എന്ന് കണ്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഉപയോഗിക്കുന്ന ഒരു വാളുണ്ട്. ഇതിനിപ്പോ ഒന്നും മൂർച്ചയൊന്നുമില്ല, ഇതൊക്കെ വെറുതെയാണ്, മൂർച്ചയൊന്നുമില്ല. അദ്ദേഹമൊക്കെ ഉപയോഗിച്ച വാളിനൊരു മൂർച്ചയുണ്ട്. ആ മൂർച്ചയുള്ള വാള് ഉയർത്തി കാണിച്ചിട്ട് നേരെ മെമ്പറിലേക്ക് കയറി. എന്നിട്ട് വളരെ ശക്തമായി, സാധാരണ അബൂബക്കർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടാത്ത ഒരാളാണ്, മുഖം കറുപ്പിച്ച് അദ്ദേഹം സംസാരിക്കാറില്ല, വളരെ ഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഖം മാറി, ആ സൗമ്യഭാവമൊക്കെ പോയി. വളരെ രോഷാകുലനായി മെമ്പറിൽ കയറി നിന്നിട്ട് ആ വാൾ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, കുറച്ചാളുകളൊന്നും സക്കാത്ത് കൊടുക്കൂല എന്ന് പ്രഖ്യാപിച്ചായിട്ടൊക്കെ ഞാൻ അറിയുന്നുണ്ട്, നടക്കൂല. ഒട്ടകത്തിന്റെ മൂക്കുകയറിന്റെ കണക്ക് നോക്കി സക്കാത്ത് കൊടുത്തവനാണെങ്കിലും അവനും തുടർച്ചയായി സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കവേ ദീനിന് കോട്ടം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നമ്മള് 10-12 ദിവസമായി ലോഹറിന് ശേഷമുള്ള ക്ലാസ്സിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തെ സംബന്ധിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങനെ ക്രിയാത്മകമായി നടപ്പിലാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത്. അതൊന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്. ശനിയും ഞായറും ഈ വിഷയം സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമാണ് വിശദീകരിക്കുന്നത്. അതൊന്ന് കേൾക്കാൻ വേണ്ടി എല്ലാവരും വരണം എന്നും കൂടി ഈ ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ്. അവിടെ സക്കാത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ദാരിദ്ര്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം, ഈ ഉമ്മത്തിന്റെ ഇടയിലുള്ള ഒരു മഹല്ലിന്റെ ഇടയിലുള്ള ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും. ഓരോ മഹല്ലും ഭരണസിരാ കേന്ദ്രമാണ്, ഒരു പ്രദേശമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രദേശമാണ് ഒരു മഹല്ല്. ആ മഹല്ലിന്റെ കീഴിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഈഴവനുണ്ട്, അല്ലാത്തവരുണ്ട്. അവരൊക്കെ ഈ മഹല്ലിൽ പെട്ടവരാണ്. മഹല്ല് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാ ജാതി മത വിഭാഗത്തെയും ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു മഹല്ല് സംവിധാനം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ മഹല്ലിലുള്ള ദാരിദ്ര്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വിശദീകരിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു പ്രദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആളുകൾ ഇന്നും സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി മനസ്സിലാക്കിയവർ തന്നെ സക്കാത്തിനെ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന സക്കാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ബാങ്കിൽ പോയി 10 രൂപയുടെയും 20 രൂപയുടെയും 100-ന്റെയും 200-ന്റെയും നോട്ടൊക്കെ ഒന്ന് മാറി അത് വീട്ടിൽ വെച്ച് ഇങ്ങനെ സഞ്ചിയും പിടിച്ച് പാത്രവും പിടിച്ച് 17-ാം രാവിനും 27-ാം രാവിനും ഗേറ്റുമേ വന്ന് മുട്ടുന്ന, വാതിൽ മുട്ടുന്ന, കോളിംഗ് ബെല്ലടിക്കുന്ന ആളുകൾക്ക് എടുത്തു കൊടുക്കുന്ന 50-ന്റെയും 100-ന്റെയും 200-ന്റെയും നോട്ടുകൾ ഇട്ട് കൊടുക്കുന്നതാണ് സക്കാത്ത് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവരും നീ മനസ്സിലാക്കിയിട്ടും അങ്ങനൊക്കെ മതി, ഇങ്ങനൊക്കെ കൊടുത്താൽ മതി, സക്കാത്തായി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരും ഒക്കെ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്.
യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം അവനവന്റെ സ്വത്തിനെ പരിശുദ്ധപ്പെടുത്തുക എന്നാണ്. സക്കാത്ത് കൊടുക്കേണ്ട മുതലായി കഴിഞ്ഞാൽ ആ കൊടുക്കേണ്ട 2.5% എത്രയാണോ, ഈ 2.5% എന്ന് പറഞ്ഞാൽ വെറും 2,500 25,000 അല്ല, 50 ലക്ഷവും 1 കോടിയും 1.5 കോടിയും ഒക്കെ സക്കാത്ത് കൊടുക്കാൻ മിച്ചമുള്ളവർ, പൈസ പണമുള്ളവർ നമുക്കിടയിലുണ്ട്. ആ പൈസ പരിശുദ്ധമാവണമെങ്കിൽ അത് അർഹതപ്പെട്ടവർക്കും പാവങ്ങൾക്കും എടുത്തു കൊടുക്കുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ സക്കാത്ത് ഒരു മഹലിന്റെ, ഒരു പ്രദേശത്തിന്റെ, കുടുംബത്തിന്റെ, വ്യക്തികളുടെ ദാരിദ്ര്യ നിർമാർജനം, ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ കൊടിയ ദാരിദ്ര്യം അറബ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യൻ, എല്ലുകൾ പൊന്തിക്കാണുന്നുണ്ട്. ആ മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഉമർ റളിയല്ലാഹുവിന് മനസ്സിലായി, ഭരണാധികാരിയായ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് ഈ എൻ്റെ ഭരണത്തിന്റെ കീഴിലുള്ള ആളുകളോട് കാണിക്കുന്ന അക്രമമാണ്. അത് മാറ്റിവെച്ചു. ആ വിഭവസമൃദ്ധമായ ഏറ്റവും മുന്തിയ ഭക്ഷണം അദ്ദേഹം മാറ്റിവെച്ചു എന്നുള്ളതാണ്. എന്നിട്ട് രാജ്യത്തിന്റെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള കൊടിയ പരിശ്രമം അദ്ദേഹം നടത്തി. മഹാനായ ഒരു സഹാബിയെ യമനിലേക്ക് ഗവർണറായി നിയോഗിച്ചല്ലോ. ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഗവർണറിന്റെ ഒരു രീതി അല്ല. അവിടുത്തെ പള്ളിയിലെ ഇമാമാണ്, അവിടുത്തെ പള്ളിയിലെ ഖത്തീബാണ് ഗവർണർ, അവിടെ മെമ്പർ കൈകാര്യം ചെയ്യുന്നത് ഗവർണറാണ്. ഇങ്ങനെ ഗവർണറായി അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ അദ്ദേഹം അവിടെ ചെന്നുകൊണ്ട് വെറും നമസ്കാരവും നോമ്പും ഹജ്ജും മാത്രമല്ല പറഞ്ഞത്, ആ രാജ്യത്തെ, ആ പ്രദേശത്തെ ദാരിദ്ര്യം എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഇസ്ലാമിക സാമ്പത്തിക കർമ്മം സൂറത്തുൽ ബഖറയിലൂടെ അദ്ദേഹം പ്രാവർത്തികമാക്കി. വെറും പ്രസംഗിക്കുകയല്ല ചെയ്തത്, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നു. യമനിലെ ദാരിദ്ര്യം അവസാനിച്ചു എന്ന് മാത്രമല്ല, മിച്ചമുള്ള പണം മദീനയിലേക്ക് കൊടുത്തുവിട്ടു. മിച്ചമുള്ള മുഴുവൻ പണവും, 100 കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് അരിയും അതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ സാധനങ്ങളുമൊക്കെ യമനിലെ മിച്ചമുള്ള സക്കാത്ത് കൊടുത്തുവിട്ടു. അവസാനം യമനിൽ സക്കാത്ത് വാങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നവരായി മാറുന്ന സാഹചര്യത്തിലേക്ക് ആ മഹാനായ സ്വഹാബി ഒരു രാജ്യത്തെ എത്തിച്ചു. ഒരു മഹല്ലിനെ അല്ല എത്തിച്ചത്, ഒരു രാജ്യത്തെ എത്തിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുമ്പോൾ ഏകദേശം ഒരു 80-90 കാലഘട്ടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ അന്ന് ഐക്യരാഷ്ട്രസഭയിൽ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വളരെ ഓരോ രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ബുദ്ധിജീവികളും പണ്ഡിതന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും അടങ്ങുന്ന വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രതിനിധികളെയാണ് കോഫി അന്നൻ വിളിച്ചുകൂട്ടിയത്. അന്ന് ആളുകൾക്ക്, അവിടെ കൂടിയിരുന്നവർക്കൊക്കെ എങ്ങനെയാണ് സാമ്പത്തിക ക്രമം, ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ ദാരിദ്ര്യം, പട്ടിണി എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? ഇന്ന് കേരളം നേരിടുന്നത്, ഇന്ത്യ എന്ന മഹാരാജ്യം നേരിടുന്നത് അതാണല്ലോ. ഇന്ന് നമ്മൾ 1000-ന്റെയും 800-ന്റെയും 1500-ഉം 2000 സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്നത് പോലെയല്ല. കർണാടക വിട്ട് അങ്ങോട്ട് ആന്ധ്രയിലേക്കും ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും UP-യിലേക്കും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തെരുവോരങ്ങളിൽ താമസിക്കുന്ന പട്ടിണി പാവങ്ങളെ ബാത്റൂം പോലും ഇല്ലാതെ ഇന്ന് രാജ്യം നേരിടുന്ന ദാരിദ്ര്യമാണ്. ഒരു 10 പണക്കാരുടെ, ഈ രാജ്യത്തിലെ 10 പണക്കാരുടെ കാശ് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന 10 മുതലാളിമാരുടെ പണം ഈ രാജ്യത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ ദാരിദ്ര്യം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനരഹിതർ ഈ രാജ്യത്തുണ്ടാവുകയില്ല. എല്ലാവർക്കും ഭവനമായി, എല്ലാവർക്കും ആശുപത്രിയായി, എല്ലാവർക്കും വിദ്യാഭ്യാസമായി, എല്ലാവർക്കും വസ്ത്രമായി, എല്ലാവർക്കും സൗകര്യമായി, എല്ലാവർക്കും തൊഴിലായി, എല്ലാവർക്കും ജോലിയായി. 10 പണക്കാരുടെ കാശ് ഈ രാജ്യത്തെ 10 മുതലാളിമാരുടെ കാശ് കൊണ്ടുവന്നാൽ മതി. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ടേ, എന്താണെന്നറിയോ? ലിക്കൈല യകുന ദൂലത്തം ബൈനൽ അഗ്നിയാഇ മിൻകും. എത്ര മനോഹരമായ വാക്കാണെന്നറിയോ?
സമ്പന്നന്മാരുടെ അക്കൗണ്ടിൽ കിടക്കേണ്ടതല്ല പൈസ എന്ന്. ഇപ്പൊ അങ്ങനെ അർത്ഥം വെക്കേണ്ടത് എന്ന ആ വാക്കിന്റെ അർത്ഥം 10 സമ്പന്നന്മാരുടെ അക്കൗണ്ടിൽ കിടക്കേണ്ട പൈസ അല്ല. 6000 കോടിയും 3000 കോടിയും 4000 കോടിയും 40,000 കോടിയും 60,000 കോടിയും കോടിക്കോടിയും ഒക്കെ അവരുടെ അക്കൗണ്ടിൽ കിടക്കേണ്ടതല്ല. അത് ജനങ്ങളിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുമ്പോൾ മാത്രമാണ് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത്, ഒരു പഞ്ചായത്തിൽ, ഒരു മഹലിൽ നടപ്പിലാക്കാൻ കഴിയുന്നെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. കോഫി അന്നൻ വിളിച്ചുകൂട്ടിയ മഹാസമ്മേളനം എല്ലാ പ്രതിനിധികൾക്കും 11 മിനിറ്റാണ് സംസാരിക്കാനുള്ള അവസരം കൊടുത്തത്. സ്വാമിമാരുണ്ട്, മുനിമാരുണ്ട്, അങ്ങനെ ബിഷപ്പുമാരുണ്ട്, സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്, എല്ലാവരും 11 മിനിറ്റ് സംസാരിച്ചു. അന്ന് ഇസ്ലാമിക പണ്ഡിതനായി അവിടെ എത്തിയത് ആരാന്നറിയോ? മൗലാന സജ്ജാദ് നുഅ്മാനി റഹിമഹുമുള്ളയാണ്. മൗലാന മൻസൂർ നുഅ്മാനിയുടെ പുത്രനാണ്. ആരാണ് മൗലാന മൻസൂർ നുഅ്മാനി? പഠിക്കണം നിങ്ങൾ. ദയ്യൂബന്ദി പണ്ഡിതന്മാരാണ്. ഞങ്ങളൊക്കെ കാസിമി ഡിഗ്രി എടുക്കുന്ന ദയ്യൂബന്ദിലെ പണ്ഡിത ശൃംഖലയിൽപ്പെട്ടവരാണ് മൻസൂർ നുഅ്മാനി. അദ്ദേഹം ഒരു പത്രം ഇറക്കി, അൽ ഫുർഖാൻ. ആ അൽ ഫുർഖാൻ പത്രത്തിൽ വന്ന ഒരു ലേഖനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മൗലാന മൻസൂർ നുഅ്മാനിയുടെ മകൻ സജ്ജാദ് നുഅ്മാനി മൗലാന അവറുകളെ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിട്ടു. അവിടെ പഠിക്കുകയും പഠനം പൂർത്തിയാക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ മൗലാന സജ്ജാദ് നുഅ്മാനിക്ക് കോഫി അന്നന്റെ ക്ഷണം വന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. ഞാൻ നിൽക്കുന്നത് പോലെ ഒരു തലപ്പാവും ധരിച്ച്, ഒരു കമീസും ധരിച്ച്, സാദാ സീദാ ഒരു മൗലവിയുടെ രൂപത്തിൽ കോഫി അന്നന്റെ ആ സമ്മേളനത്തിൽ കയറി ചെന്നു. 11 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടു. ഈ 11 മിനിറ്റ് എന്ത് പ്രസംഗിക്കാനാ? പക്ഷേ 11 മിനിറ്റ് കൊണ്ട് രാജ്യത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നോ ഒരു കൃത്യമായ രൂപരേഖ അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സീറ്റിൽ പോയിരുന്നു. അവിടെ ഒരു ചെറിയ സംസാരമുണ്ടായി. എന്താ സംസാരം? ഇദ്ദേഹത്തിന് 11 മിനിറ്റ് കൊടുത്താൽ പോരാ, വീണ്ടും ഒരു 11 മിനിറ്റ് കൊടുക്കണമെന്നോ. ചിന്തിച്ചു നോക്കിയേ, ഒരു മുസ്ലിയാരോട്, ഒരു മൗലവിയോട്, ഒരു ആലിമിനോട്, ഒരു മൗലാനയോടാണോ ലോകത്തിന്റെ സാമ്പത്തിക വിദഗ്ധന്മാര് പറഞ്ഞത് ഒരു 11 മിനിറ്റും കൂടി കൊടുക്കാമെന്ന്? അധ്യക്ഷനായിരിക്കുന്ന കോഫി അന്നൻ വീണ്ടും അദ്ദേഹത്തെ ക്ഷണിച്ച് ഒരു 11 മിനിറ്റ് കൂടി നിങ്ങൾ സംസാരിക്കണമെന്നോ. ആ സംസാരത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും കൃത്യമായി കോട്ട് ചെയ്ത് എങ്ങനെ ഒരു രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കാൻ കഴിയുമെന്ന് സൂറത്തുൽ ബഖറയുടെ ആയത്തുകൾ ഓതി അദ്ദേഹം 11 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം വീണ്ടും ഉച്ചഭക്ഷണത്തിന് വേണ്ടി സമ്മേളനം പിരിയുകയാണ്. ആ പിരിയുന്ന ഘട്ടത്തിൽ ആ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നും പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് ഈ രാജ്യത്തിലെ ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തക കൂടി അന്നുണ്ടായിരുന്നു. ഞാൻ പേര് ഓർമ്മ വരുമ്പോ പറയാം. ഉമാഭാരതി ഉണ്ടായിരുന്നു. ഞാൻ മഹത്വവൽക്കരിച്ച് പറയുന്നതാണെന്ന് വിചാരിക്കണ്ട. മഹത്വവൽക്കരിച്ച് പറഞ്ഞതല്ല, മഹത്വവൽക്കരിക്കാൻ ഒരു പോയിന്റ് പോലുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരടക്കം അവിടെ ഉച്ചഭക്ഷണം കഴിച്ച് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ അവരൊരു തീരുമാനമെടുത്തു. കോഫി അന്നൻ വീണ്ടും ഈ വിഷയം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട VIP-കളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നോ. അങ്ങനെ അധ്യക്ഷന്റെ മുന്നിൽ പോയി വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളുടെ മുമ്പിൽ മൗലാന സജ്ജാദ് നുഅ്മാനി റഹിമഹുമുല്ലാഹ് അദ്ദേഹം വീണ്ടും ഈ വിഷയം അവതരിപ്പിച്ചു. ആ അവതരണം കേൾക്കാൻ വേണ്ടി കോഫി അന്നന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടായിരുന്നു. അത് ആഫ്രിക്കയിലെ ഗാന എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മിനിസ്റ്റർ ആയിരുന്നു കോഫി അന്നന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഗാന എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഗാന ഇതെല്ലാം സാഗൂതം കേട്ടു, ചെവി കൂർപ്പിച്ച് കേട്ടു. സജ്ജാദ് നുഅ്മാനി എന്ന മൗലാനയുടെ തലപ്പാവുധാരിയായ ആ മൗലാനയുടെ അവതരണം കൃത്യമായി കേട്ടിട്ട് അതെല്ലാം എഴുതിയെടുത്തു. എന്തായിരുന്നു ആ വിഷയം? സക്കാത്തായിരുന്നു. വിഷയം സക്കാത്തായിരുന്നു. അവരെല്ലാം എഴുതിയെടുത്ത് നേരെ അദ്ദേഹം അവർ സമ്മേളനം കഴിഞ്ഞ് അവരുടെ നാട്ടിൽ പോയി ഗാനയിൽ സക്കാത്ത് സംവിധാനം നടപ്പിലാക്കി.
വളരെ ക്രിയാത്മകമായി നടപ്പിലാക്കി കഴിഞ്ഞപ്പോ ആ പ്രദേശത്തെ ദാരിദ്ര്യമില്ലാതായി. എല്ലാവർക്കും തൊഴിൽ, വാഹനം ഓടിക്കുന്നവർക്ക് വാഹനം, വീട് വേണ്ടവർക്ക് വീട്, എന്ന് വേണ്ട വസ്ത്രം, ഭക്ഷണം, തൊഴിൽ മേഖലകൾ എല്ലാം സക്കാത്തിലൂടെ വികസിപ്പിച്ച് എടുത്തു ഗാന എന്ന് പറയുന്ന പ്രദേശത്ത് എന്ന് അൽ ഫുർഖാൻ മാസിക ഇത് രേഖപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിലേക്ക് പോയ മുആദ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത് ഇത് തന്നെയാണ് എങ്കിൽ നമ്മൾ കാലം എത്ര റമളാനായി നമ്മൾ കേൾക്കുന്നു സക്കാത്ത് 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 എന്ന്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. പരിശുദ്ധ ഖുർആൻ പറയാൻ, സ്വർണവും വെള്ളിയും, സമ്പത്ത്, കച്ചവടത്തിന്റെ വരുമാനം, എല്ലാം ബിസിനസിന്റെയും വരുമാനം, ആ വരുമാനം സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ്, ആ സക്കാത്ത് കൊടുക്കാനുള്ള പരിധി, ആ സക്കാത്ത് കൊടുക്കാനുള്ള അത്രയും ആയി കഴിഞ്ഞിട്ടും അതിന്റെ സക്കാത്ത് കൊടുക്കാതെ ഫെഡറൽ ബാങ്കിലും അതുപോലെ SBIയിലും മറ്റുള്ള ചില ബാങ്കിലൊക്കെ കൊണ്ടുപോയി നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടല്ലോ. എക്കനിസോൻ എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നു, എക്കനിസൂന الذهب والفضة. ആ പൈസ, പണം നിക്ഷേപിക്കുന്നവർ നാളെ പരലോകത്ത് വരും. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. പാവങ്ങൾക്ക് അവർ നൽകുന്നില്ല. ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഈ ജുമാ നിസ്കരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാന്ന് വിചാരിക്കണ്ട, നോമ്പ് പിടിച്ചുകൊണ്ട് പള്ളി സ്വർഗ്ഗത്തിൽ പോകാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എന്തെല്ലാം ചെയ്താലും സക്കാത്ത് കൊടുക്കാനുള്ള അത്രയും പൈസയായിട്ട് സക്കാത്ത് കൊടുക്കാതെ ഈ നോമ്പും ഈ നമസ്കാരവും ഒക്കെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുമെങ്കിൽ നിങ്ങൾ മണ്ടന്മാരുടെ ലോകത്താണെന്ന് ഞാനല്ല പറയുന്നത്, പരിശുദ്ധ ഖുർആന പറയുന്നത്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഈ ആയത്ത് എത്രയോ തവണ ഈ മിമ്പറിൽ അർത്ഥം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകുന്നില്ല. സൂറത്ത് ബഖറയിൽ വീണ്ടും പടച്ചോൻ പറയുന്നുണ്ട്, എന്താണ് കൊടുക്കേണ്ടത് നബിയെ, ഞങ്ങൾ എന്താണ് നൽകേണ്ടത്, എന്താണ് പാവങ്ങൾക്ക് നൽകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറ നബിയെ, മിച്ചമുള്ളതൊക്കെ കൊടുക്കണം. മിച്ചമുള്ളതെല്ലാം കൊടുക്കണം. മിച്ചം അലമാരയിൽ വെക്കാനുള്ളതല്ല, മിച്ചം കാർ ഷെട്ടിൽ കയറ്റി വെക്കാനുള്ളതല്ല, മിച്ചം ഓപ്പൺ ടെറസിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനുള്ളതല്ല. മിച്ചമുള്ളതെല്ലാം കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഈ പൈസ എണ്ണി 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 അക്കൗണ്ടിൽ കൊണ്ടുപോയി വെക്കുന്നവരെ, സ്ഥലം വാങ്ങിയിടുന്നവരെ, അതും ഇതും ഒക്കെ വാങ്ങിയിടുന്നവരെ, എറണാകുളത്ത് ഫ്ലാറ്റ്, തിരുവനന്തപുരത്ത് ഫ്ലാറ്റ്, കുവൈറ്റില് ഫ്ലാറ്റ്, ദുബായില് ഫ്ലാറ്റ്, എന്നിട്ട് പറയാം എനിക്ക് എൻ്റെ മക്കൾക്ക് 3 മക്കൾക്കും അബുദാബിയിൽ ഫ്ലാറ്റ് ഉണ്ട്. ഒരു പൈസ ഒരു സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. മഗ്രിബിന് ഇശായ്ക്ക് ഓതി കേൾക്കുന്ന സൂറത്താ. അർത്ഥം എവിടെയാ നമുക്ക് തിരിഞ്ഞത്? അർത്ഥം എവിടെയാ തിരിഞ്ഞത്? സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ചാണ് ഈ സൂറത്ത് പറയുന്നത്. മാ സലക്കക്കും ഫീ സഖർ. എന്തേ നിങ്ങൾ സഖർ എന്ന നരകത്തിൽ കയറാനുള്ള കാരണമെന്ന് സ്വർഗത്തിൽ കിടക്കുന്ന പാവങ്ങൾ ചോദിക്കും. ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ നേരം കിട്ടിയില്ലാന്ന്. വലൻ നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയില്ല എന്നവർ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വല്ലദീന യക്നിസൂന الذهب والفضة എന്ന ആയത്ത് ഓതി 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 1000 10,000 ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിയിട്ട് പള്ളിക്കകത്തല്ല പ്രസംഗിച്ചത്, തെരുവിലാണ്. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സക്കാത്തിനെ കുറിച്ച് പ്രസംഗിച്ചത് മെമ്പറിലല്ല, പേട്ടക്കവലയിലാ പ്രസംഗിച്ചത്. മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 49 കോടി രൂപയുടെ സ്വർണം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അബൂബക്കറിന്റെ സ്വത്ത് നമ്മുടെയൊക്കെ അതിന്റെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? 49 കോടി രൂപയുടെ സ്വർണം ഉണ്ടായിരുന്നു. മൊത്തം അള്ളാഹുവിന്റെ ദീനിന്റെ വഴി കൊടുത്തു.
അവസാനം 10 മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളത് എന്ന് ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ ഖലഖല്ലാഹുൽ അർള്, ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആ ഭൂമി കിടിലം കൊണ്ടു വിറയ്ക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ വിറയൽ മാറാൻ വേണ്ടി പർവ്വതത്തെ കൊണ്ട് നാട്ടി എന്നാണ്. പർവ്വതത്തെ ആണിയാക്കി നാട്ടി. അങ്ങനെ ഈ ഭൂമിയുടെ വിറയൽ മാറി. അപ്പൊ മലക്കുകൾ ചോദിച്ചു, ഈ പർവ്വതത്തെക്കാൾ ശക്തമായ എന്തെങ്കിലും ഉണ്ടോ? അല്ലാഹ് പറഞ്ഞാൽ ഹദീദ്, ഇരുമ്പുണ്ട്. കുന്നും മലകളൊക്കെ ഇടിക്കുന്നത് ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട വിഷയം കൊണ്ടാണല്ലോ. പിന്നെ മലക്കുകൾ ചോദിച്ചു, ഇരുമ്പിനേക്കാൾ ശക്തമായതുണ്ടോ? ഇരുമ്പിനെ പഴുപ്പിക്കുന്ന തീയുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും മലക്കുകൾ ചോദിച്ചു, തീയേക്കാൾ ശക്തമായതുണ്ടോ? അതെ, തീയെ അണച്ചു കളയുന്ന അൽമാ, വെള്ളമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും മലക്കുകൾ ചോദിച്ചു, വെള്ളത്തെക്കാൾ ശക്തമായതുണ്ടോ? ഉണ്ട്, അത് കാറ്റാണെന്ന് പറഞ്ഞു. അടിച്ചു വീശുന്ന കൊടും കാറ്റാണ്, ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാറ്റാന്ന് പറഞ്ഞു. വീണ്ടും മലക്കുകൾ ചോദിച്ചു, കാറ്റിനേക്കാൾ ശക്തമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? ഖാല ഇബ്നു ആദം ഇദാ തസദ്ദഖ ബിസദഖത്തിൻ ബിയമീനി ഫഅഖ്ഫാഹാ അൻ ശിമാലി. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് കൊടുത്ത സകാത്ത് ഉണ്ടല്ലോ, സദഖയുണ്ടല്ലോ, ഈ ബക്കറ്റിലേക്ക് ഇട്ട കാശുണ്ടല്ലോ, ഇതിനേക്കാൾ ശക്തമാണ് ഏത് കൊടുങ്കാറ്റിനെയും, ഏത് വിപത്തിനെയും, ഏത് ആപത്തിനെയും, ജീവിതത്തിൽ, മക്കളിൽ, കുടുംബത്തിൽ വരാനിരിക്കുന്ന ഏതേത് ദുരന്തങ്ങളെയും പരീക്ഷണങ്ങളെയും പടച്ചവൻ തട്ടിമാറ്റുമെന്ന് അള്ളാഹു പറഞ്ഞതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുനാവലത്തുൽ മിസ്കീൻ തഖിയു മീതത്തസ്സൂ. പാവങ്ങളെ സഹായിക്കുക, അവർക്ക് വീട്, അവർക്ക് സ്ഥലം, അവർക്ക് ചികിത്സ, അവർക്ക് തൊഴിൽ, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഇങ്ങനെ വിചാരിച്ച് സകാത്തും സദഖയും കൊടുത്താൽ തഖിയു മീതത്തസ്സൂ, മോശമായ മരണത്തിൽ നിന്നും പടച്ചവൻ സംരക്ഷണം നൽകും. ചതഞ്ഞരഞ്ഞ് തലച്ചോറും സഞ്ചിയിൽ കൊണ്ടുപോയി കാരിത്താസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ എല്ലും തലച്ചോറും വാരിയെടുത്തു കൊണ്ടുപോകുന്ന മോശമായ, ഭീകരമായ, അല്ലെങ്കിൽ അത്തരം മരണങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ അവർക്ക് സംരക്ഷണം നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? ആർക്കാ നൽകേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലൈസൽ മിസ്കീനുല്ലദീ തറുദ്ദുഹു തംറത വത്തംറതാൻ വലൽ ലുഖ്മതാൻ ഇന്നമൽ മിസ്കീനുല്ലദീ യതഅഫഫ് വഖറഉ ഇൻ ശിഅ്തും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. ആരാ മിസ്കീൻ? ആരാ പാവപ്പെട്ടവൻ? ആളുകളുടെ മുമ്പിൽ കൈ നീട്ടാത്തവൻ, വീട് വീടാന്തരം കയറി നടക്കാത്തവൻ, സഞ്ചിയും പിടിച്ച് കയറി ഇറങ്ങി നടക്കാത്തവൻ, ആളുകളുടെ മുമ്പിൽ കൈ നീട്ടാത്തവൻ, അവനുള്ളത് കൊണ്ട് ജീവിക്കുക. വൈകുന്നേരം വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നോമ്പ് തുറക്കി കഞ്ഞി പോലും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടോ എന്ന് ചിന്തിച്ചവരുണ്ട്. അങ്ങനത്തെ ആളുകളുമുണ്ട്. അത് ഒരു പക്ഷെ കേരളത്തിലായിക്കൊള്ളണമെന്നില്ല. ലോകത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ളവരെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ആളുകളുടെ മുമ്പിൽ ചോദിക്കാത്തവർ, ആളുകളുടെ മുമ്പിൽ കൈനീട്ടാത്തവർ, അവര് ഉള്ളത് ഉടുത്തും കൊണ്ട് ചിലപ്പം വെള്ളം ഇടുന്നുണ്ടാവും, മരുന്ന് മേടിക്കാൻ കാശ് തികയുന്നുണ്ടാവില്ല. മാസം 25,000 15,000 കൊണ്ട് മരുന്ന് കട കൊടുക്കണം, ഡോക്ടർ കൊടുക്കണം, വരുമാനം തികയുന്നില്ല. നമ്മുടെ ഈ മഹലിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, പടച്ചൻ ഇപ്പോഴും ഇങ്ങനത്തെ വീടുകളുണ്ടോ എന്ന്. നുരുമ്പി നശിച്ച വീടുകൾ, തേക്കാത്ത വീടുകൾ, പെയിന്റ് അടിക്കാത്ത വീടുകൾ, പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ, ചോർന്നൊലിക്കുന്ന വീടുകൾ, വീടില്ലാത്തവർ, 10ഉം 20ഉം കൊല്ലമായി വാടകത്തിണ്ണയിൽ കിടക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം,
ഒന്ന്, സക്കാത്ത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുക. ഇത് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സക്കാത്ത് 2-3 രീതിയിൽ കൊടുക്കാം. ഒന്ന്, ഞാൻ നേരിട്ട് കൊടുക്കുന്ന സക്കാത്ത്. എനിക്ക് മനസ്സിലായ ഒരാള്, അയാൾക്ക് അത്യാവശ്യക്കാരനാണ്, വീട് ഇല്ല, പ്രയാസമാണ്, രോഗിയാണ്, ഒന്നും തികയുന്നില്ല, രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല. ഞാൻ എൻ്റെ പോക്കറ്റുള്ള നേരിട്ട് കൊടുക്കുക. അതെന്റെ സുഹൃത്താവാം, എന്റെ പരിചയക്കാരനാവാം, ആരുമാവാം, നാട്ടുകാരനാവാം, എന്റെ ബന്ധുവാവാം. ബന്ധുവിനും കൊടുക്കണമെന്ന്, ബന്ധുവിന് സക്കാത്ത് കൊടുക്കണം. ഇപ്പോഴും ആളുകൾക്ക് സംശയ, ബന്ധുക്കൾക്ക് സക്കാത്ത് കൊടുക്കാമോ എന്ന്. ഇപ്പോഴും ആ മണ്ടത്തരത്തിന്റെ ചോദ്യം ചോദിക്കുന്നവരുണ്ട്. ബന്ധുക്കൾക്കല്ല ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമത്, ഒരാളെ വക്കാലത്ത് വെച്ച് ഇതെന്റെ സക്കാത്തിന്റെ പൈസയാണ്, നീ ഇന്നടത്ത് ചെലവഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കാം. ഉദാഹരണം, നമ്മുടെ മഹല്ല്, ആ മഹല്ലിലെ 17 കമ്മിറ്റിയിൽ 17 കമ്മിറ്റിക്കാരും വക്കാലത്ത് ഏൽപ്പിക്കണ്ട. അതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വക്കീലായി വെക്കണം. 17 പേരിൽ ഒരാൾ വക്കീലായാൽ മതി. ആ മനുഷ്യനെ വക്കീലായി വെച്ചുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക, കൃത്യമായ റെസിപ്റ്റ് കൊടുക്കുക. അതനുസരിച്ച് ക്രിയാത്മകമായി സക്കാത്തിന്റെ പൈസ ഈ നാട്ടിൽ ഉപയോഗപ്പെടുത്താം എന്ന് ഉലമാക്കൾ നമുക്ക് ഫത്വ നൽകുന്നുണ്ട്. അപ്പോഴും ബന്ധുക്കളെ മറന്നുകൊണ്ടാവരുത്. അപ്പോഴും നമ്മളുടെ മുമ്പിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ മറന്നുകൊണ്ടാവരുത്. പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.